വെസ്ലി സ്നൈഡർ അന്ന് റിയൽ മാഡ്രിഡിൽ കളിക്കുന്ന കാലമാണ്. പതിവുപോലെ ഒരു ദിവസം ട്രെയിനിങ്ങിന് ശേഷം ഡ്രസ്സിംഗ് റൂമിലെത്തിയ സ്നൈഡർ കാണുന്നത് തന്റെ കാലിയായ ലോക്കർ ആയിരുന്നു. ആരോ തന്റെ സാധനങ്ങൾ എല്ലാം നിലത്തോട്ട് വലിച്ചിട്ടിരിക്കുന്നു. ഏറെ വിഷമത്തോടെ അന്ന് സ്നൈഡർ ക്ലബ് പ്രസിഡന്റിന്റെ അടുത്ത് പരാതി പറയാൻ എത്തുന്നു. എനിക്ക് നിന്റെ പരാതി കേൾക്കാൻ സമയമില്ല. ഞങ്ങൾക്ക് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നേടിയേ മതിയാകൂ. അതിന് നീ ഈ ടീമിന് ഫിറ്റല്ല. തൽക്കാലം നിനക്ക് ഇവിടെ നിന്ന് പോകാം. പരാതി പറയാൻ റിയൽ പ്രസിഡന്റിന്റെ അടുത്തെത്തിയ സ്നൈഡർക്ക് കിട്ടിയ മറുപടിയായിരുന്നു ഇവയെല്ലാം. അന്ന് അദ്ദേഹം ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് റിയലിന്റെ പടിയിറങ്ങി. നിങ്ങളുടെ ഈ പുതിയ ടീം ആ കിരീടം നേടുന്നതിന് മുമ്പ് ഞാൻ അത് നേടിയിരിക്കും. 2 ദിവസത്തിനു ശേഷം സ്നൈഡറെ തേടി ഒരു ഫോൺ കോൾ വരുന്നു. അന്ന് മിലാനിൽ വിപ്ലവം തീർത്തുകൊണ്ടിരുന്ന സാക്ഷാൽ ഹോസെ മൗറീനിയോ ആയിരുന്നു അത്. ഇന്ററിലേക്കുള്ള മൗറീനിയോയുടെ വിളി സ്നൈഡർ കേട്ടു. തന്റെ ആദ്യ സീസണിൽ തന്നെ ഇന്ററിൽ നിറഞ്ഞാടിയ സ്നൈഡർ അവർക്കായി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്തു. അതും തന്നെ അന്ന് ആട്ടിപ്പുറത്താക്കിയ അതേ ബെർണബ്യൂ സ്റ്റേഡിയത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട്. അവർക്കുള്ള മറുപടി ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. മത്സരശേഷം കിരീടവുമായി സ്നൈഡർ തന്റെ പഴയകാല ലോക്കർ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കാലിയായ തന്റെ ലോക്കറിൽ കിരീടം വെച്ചുകൊണ്ട് ട്വിറ്ററിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: ഞാൻ എന്റെ വാക്കിന് പാലിച്ചിരിക്കുന്നു. വർഷം 2010 ബാലൻഡിയോർ സ്വന്തമാക്കിയത് സാക്ഷാൽ ലിയോണൽ മെസ്സി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കരിയറിലെ 2ാമത്തെ ബാലൻഡിയോർ നേട്ടമായിരുന്നു അത്. എന്നാൽ മെസ്സിയുടെ ഈയൊരു കിരീട നേട്ടം അന്ന് പല വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. മെസ്സി അത് അർഹിച്ചിരുന്നോ എന്ന ചോദ്യത്തിനേക്കാൾ സ്നൈഡർ അത് അർഹിച്ചിരുന്നു എന്ന ഉത്തരമായിരുന്നു അന്ന് പ്രസക്തി ആർജിച്ചിരുന്നത്. സീസണിൽ സാക്ഷാൽ പെപ് ഗാർഡിയോളയുടെ കീഴിൽ തികച്ചും അൺബീറ്റൻ ആയിരുന്നു ബാഴ്സലോണ. അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിൽ മെസ്സിയുടെ ഫാൾസ് നയൻ റോളിന്റെ പ്രസക്തി എന്താണെന്ന് ലോക ഫുട്ബോളിൽ വ്യക്തമായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മെസ്സിയുടെ ഈയൊരു റോൾ വളരെ ഫലം കണ്ടിരുന്നു. തുടർന്ന് 2009-10 സീസണിലെ ലാ ലീഗ കിരീടം ബാഴ്സലോണ സ്വന്തമാക്കി. എന്ന് മാത്രമല്ല 34 ഗോളോടെ ലാലീഗയിലെ ടോപ്പ് സ്കോറർ ആയതും മെസ്സി തന്നെയായിരുന്നു. ആ സീസണിൽ ക്ലബിനും രാജ്യത്തിനും വേണ്ടി അദ്ദേഹം 60 മത്സരങ്ങളിൽ നിന്ന് 64 ഗോളുകൾ നേടുകയുണ്ടായി. ക്ലബ് തലത്തിൽ വളരെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചെങ്കിലും രാജ്യാന്തരമായി അത്ര നല്ല സീസണായിരുന്നില്ല അത്. ഈയൊരു ഘട്ടത്തിലാണ് നമ്മൾ സാക്ഷാൽ വെസ്ലി സ്നൈഡറെക്കുറിച്ച് ഓർക്കേണ്ടത്. സ്നൈഡറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച വർഷമായിരുന്നു 2010. സാക്ഷാൽ ഹോസെ മൗറീനിയോയുടെ കീഴിൽ ഇന്റർ തീർത്തും അൺബീറ്റബിൾ ആയ സീസൺ. ഇന്ററിന്റെ കളി മെനയുന്നതിൽ വെസ്ലി സ്നൈഡർ എന്ന മിഡ്ഫീൽഡറുടെ പങ്ക് വളരെ വലുതായിരുന്നു. വൈകാതെ തന്നെ അത് ടീമിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിച്ചു. അത് ഇന്റർ എന്ന ഫുട്ബോൾ ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീസണുകളിൽ ഒന്നായി മാറുകയും ചെയ്തു. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയെയും ചെൽസിയെയും ബയേൺ മ്യൂണിക്കിനെയും പുറത്താക്കിയിട്ടാണ് ഇന്റർ കിരീടത്തിൽ മുത്തമിട്ടത്. ചാമ്പ്യൻസ് ലീഗ് കൂടാതെ അവർ സീരിയയും കോപ്പ ഇറ്റാലിയയും ക്ലബ് വേൾഡ് കപ്പും സ്വന്തമാക്കുകയും ട്രബിൾ നേട്ടം കൈവരിക്കുകയും ചെയ്തു. ട്രബിൾ നേട്ടത്തോടുകൂടി സ്നൈഡർ എല്ലാവരുടെയും മനസ്സ് കീഴടക്കി കഴിഞ്ഞിരുന്നു. ടൂർണമെന്റിലെ തകർപ്പൻ പ്രകടനങ്ങളുടെ ബലത്തിൽ യുവേഫ അദ്ദേഹത്തെ 2010 മികച്ച മിഡ്ഫീൽഡർ ആയി തിരഞ്ഞെടുത്തു. 6 അസിസ്റ്റുകളോടെ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത താരം സ്നൈഡർ ആയിരുന്നു. ക്ലബ് തലം പോലെ തന്നെ രാജ്യാന്തര തലത്തിലും സ്നൈഡർ തന്റെ മികവ് പുലർത്തി. 2010 വേൾഡ് കപ്പിൽ അദ്ദേഹം 5 ഗോളുകൾ നേടുകയും 4 തവണ ടൂർണമെന്റിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അന്ന് ഡച്ച് പടയെ ഫൈനലിൽ എത്തിക്കുന്നതിന് സ്നൈഡർ നിർണായക പങ്ക് തന്നെ വഹിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അവർ സ്പെയിനിനോട് ഒരു ഗോളിന് പരാജയപ്പെട്ടു. ടൂർണമെന്റ് അവസാനിക്കുമ്പോൾ അദ്ദേഹം സിൽവർ ബോളും ബ്രോൺസ് ബൂട്ടും നേടുകയുണ്ടായി. മാസങ്ങൾക്ക് ശേഷം ബാലൻഡിയോർ പ്രഖ്യാപിച്ചപ്പോൾ ആളുകൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടുപോയി. കാരണം ബാലൻഡിയോർ സ്നൈഡറിന് കിട്ടിയില്ല എന്ന് മാത്രമല്ല 3 പേർ അടങ്ങുന്ന ലിസ്റ്റിൽ പോലും അദ്ദേഹത്തിന്റെ പേര് ഉണ്ടായിരുന്നില്ല.